നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം തലക്കെട്ട്. ആശങ്കയായി നിപയും ഷിഗല്ലയും. കോഴിക്കോട്ട് നിപ ബാധിതനായ യുവാവിന്റെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ വന്നവരോട് ക്വാറന്റൈനിൽ പോവാൻ നിർദ്ദേശം. കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾക്കും വയനാട്ടിൽ 8 വിദ്യാർത്ഥികൾക്കും രോഗബാധ. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ അക്കമിട്ട് നിരത്തി CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ 3 തിരുത്തലുകൾ. പത്തനംതിട്ടയിൽ A. പത്മകുമാറിനെതിരെ നടപടി ഉടൻ. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്നും വിമർശനം. EDയുടെ ചോദ്യം ചെയ്യലിന് സാവകാശം തേടി വീണ. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവില്ല. ED വീണ്ടും സമൻസ് അയക്കും. CMRL ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിലേക്ക്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത. PM ശ്രീ പദ്ധതിയിൽ വ്യക്തതയില്ലാത്ത നിലപാടെന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം. നയപ്രഖ്യാപനത്തിലോ ധവളപത്രത്തിലോ കേന്ദ്രത്തിനെതിരെ വിമർശനമില്ല. പ്രതിപക്ഷമായിരിക്കെ എതിർത്ത കാര്യങ്ങൾ നടപ്പാക്കാൻ വ്യഗ്രത എന്തിനെന്നും ചോദ്യം. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി. അട്ടപ്പാടിയിലെ ചിറ്റൂരിലും മുള്ളിയിലും കാട്ടാന ആക്രമണം. ഓട്ടോറിക്ഷ യാത്രക്കാരും ആദിവാസിയുമടക്കം 3 പേർക്ക് പരിക്ക്. മധ്യപ്രദേശിൽ കോൺഗ്രസ് കടുത്ത പ്രതിഷേധത്തിലേക്ക്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷി നടരാജിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിയതിനെതിരെ MLA-മാരെ അണിനിരത്തി പ്രതിഷേധിക്കും. അടിയന്തര ഇടപെടൽ തേടി കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. പശ്ചിമ ബംഗാളിൽ വീണ്ടും മമതാ ബാനർജിക്ക് തിരിച്ചടി. പ്രകാശ് ചിക് ബറേക്ക് രാജ്യസഭാംഗത്വം രാജിവെച്ചു. യുദ്ധക്കളമായി പശ്ചിമേഷ്യ. ഇറാൻ നഗരങ്ങളിലേക്ക് അമേരിക്കയുടെ വ്യാപക ആക്രമണം. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ മറുപടി. ഹോർമുസ് വഴി ഒരു കപ്പലും കടത്തിവിടില്ല. മുന്നറിയിപ്പ് ലംഘിച്ചാൽ പ്രത്യാഘാതം കടുത്തതായിരിക്കുമെന്നും ഇറാൻ. ഫുട്ബോൾ ആരവത്തിലേക്ക് ലോകം. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് മെക്സിക്കോയിൽ കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. വിശദമായി. കോഴിക്കോട് ഒരാൾക്ക് നിപ ബാധ സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് കേരളം. 43-കാരനായ ഇയാൾ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വന്നവരോട് ക്വാറന്റൈനിൽ പോവാൻ നിർദ്ദേശിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുകയാണ്. DMO, ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. നിപ ബാധ, ഒപ്പം തന്നെ ഇയാളുടെ സമ്പർക്ക പട്ടിക. എന്താണ് ഉന്നതതല യോഗത്തിൻ്റെ പുരോഗതി, മറ്റ് വിശദാംശങ്ങൾ? സജിത്ത്, രോഗബാധയുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ സ്ഥിതിഗതികൾ യോഗം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഏതാണ്ട് 3 മണിയോടുകൂടി എത്തുമെന്നാണ് കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവായ കേസുകൾ പൂനെ ലാബിലും പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏറെ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 43 വയസ്സുകാരനായ രോഗി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് ഈ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. പ്രത്യേക ഐസൊലേഷൻ മേഖല ഇതിനായി ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ആ മേഖലയിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇതിനകം ഏർപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക ഏറെ വിപുലമാണ് എന്നതാണ് ഒരു
ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു, ഫറൂഖിൽ തന്നെയുള്ളത്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലെത്തിയ ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിലെ ഡോക്ടർമാരടക്കം ഇപ്പോൾ ക്വാറന്റൈനിൽ പോയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആശുപത്രി OPയിൽ എത്തിയ അദ്ദേഹം അവിടെ നിന്നും CT സ്കാൻ എടുക്കുന്നതിനും എക്കോ എടുക്കുന്നതിനും ഒക്കെ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ജീവനക്കാർ ക്വാറന്റൈനിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ 2 മക്കൾ, ഭാര്യ, അച്ഛൻ, അമ്മ തുടങ്ങിയ 5 പേരാണ് നിലവിൽ ക്വാറന്റൈനിൽ പോയിരിക്കുന്നത്. അദ്ദേഹം മറ്റിടങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയും നടക്കുന്നുണ്ട്. അദ്ദേഹം ജോലി ചെയ്ത അല്ലെങ്കിൽ വൃത്തിയാക്കൽ നടപടികൾ ചെയ്ത പഴയ ഗോഡൌണിൽ തന്നെയാവും ഈ രോഗബാധ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലടക്കം ഒരു പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളെ നിരീക്ഷണത്തിലാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ ഫറൂഖ് മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിലവിൽ രോഗിയുടെ നില, ഇതൊക്കെ സംബന്ധിച്ച കൃത്യമായൊരു അവലോകനം യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ആരോഗ്യമന്ത്രിയുമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഓൺലൈനായി ആശയവിനിമയങ്ങൾ നടത്തും. ഇതിനുശേഷം ഇതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ആരോഗ്യമന്ത്രി ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമെന്നാണ് അറിയേണ്ടത്. 3 മണിയോടുകൂടി തന്നെ ഈ പൂന ലാബിൽ നിന്നുള്ള ഫലം എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ 8 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വയനാട് DMO വ്യക്തമാക്കി. സ്കൂൾ കിണറ്റിലെ വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം നേരിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടുമില്ല. എന്നാൽ വെള്ളത്തിൽ മാലിന്യങ്ങളും മറ്റ് ബാക്ടീരിയകളും വൻതോതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗത്തിൻ്റെ ഉറവിടം ഈ കിണർ വെള്ളം തന്നെയാകാമെന്ന സാധ്യതയിലേക്കാണ് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത്. നിലവിൽ 44 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. വയനാട് ജില്ലയിൽ 8 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5 വിദ്യാർത്ഥികൾക്കായിരുന്നു. ഇപ്പോൾ 3 കുട്ടികൾ കൂടിയായി അങ്ങനെ 8 പേരാണ് ഇപ്പോൾ ഈ ഷിഗല്ല രോഗബാധിതരായി ഇപ്പോൾ കണക്കാക്കുന്നത്. ഏതാണ്ട് 502ഓളം ആളുകൾ ഇതുമായി നിരീക്ഷണത്തിലാണ്. അതുപോലെ തന്നെ 44 ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും രോഗം വലിയ രീതിയിലേക്ക് വർദ്ധിക്കുന്നില്ലെങ്കിലും ആളുകളെല്ലാം അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 21ഓളം സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് നൽകിയിരുന്നത്. അതിൽ 8 എണ്ണത്തിന്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇനി 13 എണ്ണത്തിന്റെ റിസൾട്ട് കൂടി ഇന്ന് വൈകുന്നേരത്തോടെ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്ന വിദ്യാലയം അടങ്ങുന്ന പഞ്ചായത്ത്, അതായത് നെന്മേനി പഞ്ചായത്ത് തൊട്ടടുത്തുള്ള അമ്പലവയൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെല്ലാം ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം രോഗവ്യാപനം കൂടുതൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. എന്തായാലും എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തികൾ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ രോഗം കണ്ടെത്തിയ ഈ മാർ ബസേലിയോസ് സ്കൂളിലെ കിണർ, അതിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ടെസ്റ്റുകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കിണർ മാലിന്യം അടങ്ങിയതും മറ്റ് ബാക്ടീരിയകളും ഉള്ളതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കാം രോഗം ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് ആരോഗ്യ വകുപ്പ് കണക്കാക്കുന്നത്. എന്തായാലും എല്ലായിടങ്ങളിലും വലിയ രീതിയിൽ തന്നെയുള്ള ശുചീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളുമുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭാരവാഹികളും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഇത് തടയുന്നതിനുള്ള എല്ലാ പ്രവൃത്തികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തും ഷിഗല്ല സ്ഥിരീകരിച്ചു. 2 വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിമർശനങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തി CPM. സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടതനുസരിച്ച് സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 തിരുത്തലുകളാണ് CPM വരുത്തിയത്. ഇതിന്റെ ഭാഗമായി പത്മകുമാറിനെതിരായ നടപടി ഉണ്ടാകും. നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 15-നാണ് ജില്ലാ കമ്മിറ്റി ചേരുന്നത്. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താൻ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിർദ്ദേശം. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് വീഴ്ചയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, റിപ്പോർട്ട് തിരുത്തുന്നു എന്ന് പറയുമ്പോൾ തോൽവിയുടെ കൂടുതൽ കാരണങ്ങൾ CPM അംഗീകരിക്കുന്നു എന്നുകൂടിയല്ലേ? എന്താണ് തിരുത്തലുകൾ?
തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിലാണ് സംസ്ഥാന സമിതി 3 പ്രധാനപ്പെട്ട തിരുത്തലുകൾ ഉൾക്കൊള്ളിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മണ്ഡലം കമ്മിറ്റിയിൽ 73-ൽ 70 പേരും എതിർത്തിട്ടും PK ശ്യാമള സ്ഥാനാർത്ഥിയായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ആ തീരുമാനം തെറ്റായ തീരുമാനമായിരുന്നു. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. കൃത്യസമയത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതികരണം നടത്തണമായിരുന്നു. അതിൽ മൗനം പാലിച്ചതിലൂടെ തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകിയത്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിയോജിപ്പുണ്ടാക്കി എന്നതാണ് രണ്ടാമത്തെ കാര്യമായി എടുത്തു പറയുന്നത്. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടി ഉറപ്പാക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഉചിതമായ സമയത്ത് കഴിയാതെ പോയതാണ് വലിയ തിരിച്ചടിക്ക് വഴിവെച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ നടപടി ഉറപ്പുവരുത്തണമെന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമഗ്രമായ ഒരു തെറ്റുതിരുത്തലിലേക്ക് ഭേദഗതികളിലേക്ക് CPM കടക്കുന്നുവെന്നതിന്റെ സൂചനയായി കൂടി വേണം ഈ റിപ്പോർട്ടിനെ വ്യാഖ്യാനിക്കാൻ. പാലക്കാട്, തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളിലെ തോൽവി CPM വിശദമായി പരിശോധിക്കും. MP രാജേഷിൻ്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായെന്നാണ് വിമർശനം. തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ MLA-മാരായിട്ടും ജനങ്ങളുമായി ബന്ധമില്ലാതായി. CPM സ്വാധീന മേഖലയിൽ പോലും തിരിച്ചടി നേരിട്ടെന്നും നെല്ല് സംഭരണം ജില്ലയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചുവെന്നുമാണ് വിമർശനം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഖ എന്നിവർ പങ്കെടുത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു ഈ വിമർശനങ്ങൾ ഉണ്ടായത്. CPM നേതൃത്വത്തെ വിമർശിച്ച് MLA-മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ പരാജയത്തിൽ CPM സംസ്ഥാന നേതൃത്വം കൈയൊഴിയുകയാണ്. എല്ലാം ജില്ലാ കമ്മിറ്റിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമം. മതേതര മനസ്സുള്ളവരെ പാർട്ടിയിൽ നിന്നും അകറ്റി. റിവ്യൂ റിപ്പോർട്ടിലുള്ളത് അതിവിചിത്രമായ ന്യായീകരണങ്ങളെന്നും TK ഗോവിന്ദനും ഒപ്പം കുഞ്ഞികൃഷ്ണനും പറഞ്ഞു. ഒരു ചർച്ചയും ആ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ച അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഉൾപാർട്ടി ജനാധിപത്യം നിരക്കാത്തതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടി അണികളിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് ശരിയായ പാർട്ടി വഞ്ചനയാണ്. വസ്തുതകളും സത്യവും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും മൂടിവെക്കലാണ്. യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റിക്കാണോ തെറ്റുപറ്റിയത്? പാർട്ടിയിൽ സത്യം പറയണ്ടേ? പത്രസമ്മേളനത്തിൽ പറയുന്നില്ലെങ്കിൽ ഇനി പാർട്ടി ഘടകങ്ങൾ പറയോ? അവർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നാണ്. അത് സാങ്കേതികമായി ശരിയാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പാർട്ടിക്കകത്തുണ്ടായില്ലേ? ആരാണ് അതിൻ്റെ ഉത്തരവാദി? ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത്? സ്വയം പ്രശ്നമായി പരിശോധിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിൽ പ്രചരിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ അന്വേഷണത്തിന്റെ പേരിൽ UDF ഗവൺമെന്റും പ്രത്യേക അന്വേഷണ സംഘവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വം. വടകരയിലെ ഇലക്ഷന്റെ ഭാഗമായി രൂപീകരിച്ച വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിലെ മെമ്പർമാരെ ദിവസേന വിളിച്ച് ഭീഷണിപ്പെടുത്തിയും കുറ്റം സമ്മതിച്ചാൽ വിടാമെന്ന് പറഞ്ഞ് സമ്മർദ്ദം പോലീസ് ചെയ്യുന്നത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും എന്നാൽ UDFും യൂത്ത് കോൺഗ്രസും രചിക്കുന്ന തിരക്കഥ അനുസരിച്ചാണ് SIT പ്രവർത്തിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും DYFI ജില്ലാ കമ്മിറ്റി അറിയിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളെ അധികാരത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ച് നേരിടുക എന്നുള്ളതാണ് UDF എല്ലാ കാലത്തും സ്വീകരിക്കാറുള്ളത്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം ഏൽപ്പിച്ചു. SIT അല്ല, ഏത് ഉയർന്ന വിഭാഗം അന്വേഷിച്ചാലും ആ അന്വേഷണത്തിൻ്റെ തെളിവ് സമാഹരണത്തിനോ മറ്റൊക്കെ എല്ലാ തരത്തിലും DYFI ആയാലും മറ്റ് സംവിധാനങ്ങളെല്ലാം സഹകരിക്കുന്നു തന്നെയാണ് നമ്മൾ ആദ്യമേ പ്രഖ്യാപിച്ചത്. അത് LDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി DYFIയുടെ അവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വടകര സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ഭീകരമായൊരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ പലരും ചിത്രീകരിക്കുന്നത്. അതെന്തോ ഒരു
പൂർണ്ണമായും തെറ്റായൊരു സംവിധാനമാണ് എന്നുള്ള നിലയിലൊക്കെയാണ്. എൻ്റെ പേരൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും. വടകര സ്ക്വാഡ് എന്നുള്ള ഇലക്ഷൻ സമയത്ത് DYFIയും പൊതുപ്രസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട സഖാക്കളൊക്കെ ഉൾപ്പെടുന്നൊരു ഗ്രൂപ്പാണത്. ആ ഗ്രൂപ്പിനകത്താണ് ഇപ്പോൾ ഉള്ള എല്ലാവരെയും വിളിപ്പിക്കുകയാണ്. അവരെ അഡ്മിന്മാരെയും അതുമായി ബന്ധപ്പെട്ടവരെല്ലാം വിളിപ്പിക്കുകയാണ്. വിളിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണത്തെ ഒന്നും തടസ്സപ്പെടുത്താനോ അത് സഹകരിക്കില്ല എന്നുള്ളൊരു നിലപാട് ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷേ ഈ വിളിപ്പിക്കുന്നവരുടെ വിവരങ്ങളെല്ലാം വളരെ കൃത്യതയോടെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയാണ്. മാസപ്പടി കേസിൽ വീണ ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാവില്ല. ഹാജരാവാൻ സാവകാശം തേടി ആരോഗ്യപ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സമയം നീട്ടി ചോദിച്ചത്. അതേസമയം CMRL MD ശശിധരൻ കർത്തായോടും നാളെ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ടി വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന ഇഡിക്ക് മറുപടി നൽകിയത്. ഒപ്പം ആവശ്യമായിട്ടുള്ള രേഖകൾ, ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന അയക്കാമെന്നുകൂടി വീണ പറഞ്ഞിട്ടുണ്ട്, മറുപടിയായി നൽകിയിട്ടുണ്ട്. ഇമെയിൽ സന്ദേശം വഴിയാണ് ഇഡിക്ക് മറുപടി അയച്ചത്. ഇനി എന്തായാലും മറ്റൊരു ദിവസത്തേക്ക് കൂടി തീയതി മാറ്റിത്തരണമെന്ന വീണയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇന്ന് തന്നെ പുതിയ തീയതിക്കായി സമൻസ് അയക്കുമെന്നാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇനി നാളെയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ആരംഭിക്കാനിരുന്നത്. ഇനി വീണ വരാത്ത സാഹചര്യത്തിൽ ഇനി ഉറ്റുനോക്കുന്നത് ശശിധരൻ കർത്ത ഹാജരാകുമോ എന്നാണ്. ശശിധരൻ കർത്തയ്ക്ക് നേരത്തെ മുൻപുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരുന്നു 2 തവണ. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശശിധരൻ കർത്ത ഹാജരാകാതിരിക്കുകയും പിന്നീട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ വഴിമാറുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നാളെ ശശിധരൻ കർത്തയ്ക്കും ഹാജരായേ മതിയാകൂ. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ, അതായത് CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലടക്കം നടത്തിയ റെയ്ഡുകളിൽ പോലും ശശിധരൻ കർത്ത ഹാജരായിരുന്നില്ല. അന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലായിരുന്നു. ഇനിയിപ്പോൾ നാളെയും കൊച്ചിയിലെ ED ഓഫീസിൽ ശശിധരൻ കർത്ത എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. തിങ്കളാഴ്ചയാണ് മകൻ ശരൺസ് കർത്തയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചത്. സാധാരണ ED ഉദ്യോഗസ്ഥർ ആദ്യത്തെ തവണ ഇത്തരത്തിൽ സമൻസ് അയക്കുകയാണെങ്കിൽ ആദ്യത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ തവണ വീണ്ടും തീയതി നൽകും. അതിൽ കൂടി ഹാജരായില്ലെങ്കിൽ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ വീണ പറയാത്ത സാഹചര്യത്തിൽ രണ്ടാമത്തെ തീയതിക്ക് ഹാജരാകാം എന്നുകൂടി അറിയിച്ചിരിക്കുന്നതിനാൽ അടുത്ത ആഴ്ച തന്നെ വീണയ്ക്ക് പുതിയ തീയതി അയച്ചുകൊണ്ട്, സമൻസ് അയച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. PM ശ്രീ പദ്ധതിയിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത്. നയപ്രഖ്യാപനത്തിലോ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിലോ ഒരു വരിയിൽ പോലും കേന്ദ്ര വിമർശനം വരാതിരിക്കാനുള്ള അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല്ലും നഖവും ഉപയോഗിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശക്തിയുക്തം എതിർത്ത പല കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള വ്യഗ്രത എന്തിനാണെന്നും മുഖപത്രത്തിൽ ചോദിക്കുന്നു. VD സതീശൻ സർക്കാർ അധികാരത്തിലേറി കേവലം 1 മാസം പിന്നീട് മുൻപെയാണ് UDFനെ പിന്തുണയ്ക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അവർക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്രത്തിനോടുള്ള VD സതീശൻ സർക്കാരിൻ്റെ സമീപനമാണ്, നിലപാടാണ് വിമർശന ആധാരമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് അവർ എടുത്തു പറയുന്നത് PM ശ്രീയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ നടപടികളെ നിശിതമായി വിമർശിച്ച് അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാർ പക്ഷേ PM ശ്രീ വിഷയത്തിൽ എന്താണ് നടപടി, നിലപാട് എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നില്ല, അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനത്തിന് ആധാരമായിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുവെയുള്ള ധനസ്ഥിതി, വികസന മുരടിപ്പ്, തൊഴിലില്ലായ്മ, ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ സമീപനം നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനമായിട്ട്, മറ്റൊരു കുറ്റപ്പെടുത്തലായിട്ട് സമസ്ത ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾക്ക് ഒരു മറുപടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിമർശനം നടത്താൻ പോലും VD സതീശൻ തയ്യാറാകുന്നില്ല. ഗവർണർ ഒരുപക്ഷെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും നിയമസഭയിൽ അക്കാര്യം പറയേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് VD സതീശൻ സർക്കാർ നിയമസഭയിൽ അതേക്കുറിച്ച് ഒരു വരി പോലും പറയാൻ
തയ്യാറാകാതിരുന്ന ചോദ്യമാണ് ഈ ഒരു ലേഖനത്തിൽ എഡിറ്റോറിയലിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിമർശനങ്ങൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലുള്ളത്. അതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇത് വിമർശനമല്ല, ഒരു മുന്നറിയിപ്പാണ്. മറ്റുള്ളവർ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിക്കാനുള്ളൊരു മുന്നറിയിപ്പാണ്. മുൻപ് മടിയിൽ കനമില്ല എന്ന് പറഞ്ഞവർ ഇറങ്ങിപ്പോയതാണ്. അവർക്ക് പകരം ജനങ്ങൾ കയറ്റിയിരുത്തിയതാണ് നിങ്ങളെ. ഈ അധികാര കസേര മന്ത്രിമാരുടേതല്ല, അത് അവിടെ ഇരുത്തിയ ജനങ്ങളുടേത് കൂടിയാണ് എന്ന ഒരു മുന്നറിയിപ്പ്, എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സമസ്തയുടെ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത്. അതായത് ഇത്രയും നേരത്തെ വിമർശനം നടത്തുന്നത് തെറ്റ് തിരുത്താൻ കൂടി വേണ്ടിയാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് സമസ്ത ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ PMC അടക്കം വിവിധ വിഷയങ്ങളിൽ സമസ്തയുടെ നിലപാട് സർക്കാരിനൊപ്പമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ ഈ എഡിറ്റോറിയൽ ഉള്ളത്. ഇതിൽ പരസ്യ വിമർശനത്തിന് ഇനി സമസ്തയുടെ മറ്റ് സംഘടനാ നേതാക്കളും ഒക്കെ തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് തന്നെ MSF വരെ ഈ ഒരു PMC വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ PMC അംഗീകരിക്കുന്ന തരത്തിലേക്കല്ല നിലപാടുണ്ടാവുക എന്ന് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ സമസ്തയുടെ ഈ ലേഖനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പുതിയ സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുൻപെയാണ് ഈ വിമർശനം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. കാപ്പ കേസിൽ കൗൺസിലർ ജയിലിലായതോടെ തലസ്ഥാനത്തെ BJPയെ കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ജയിലിലായ വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ ഹാജരാകാതിരുന്നതിനാൽ അയോഗ്യനാക്കപ്പെടാൻ ഇടയുണ്ട്. ഇതാണ് BJPയുടെ ആശങ്കയേറ്റുന്നത്. ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടെ ഭൂരിപക്ഷം ഉറപ്പിച്ച BJPക്ക് സുഗതനെതിരായ കടുത്ത നീക്കങ്ങൾ വലിയ വെല്ലുവിളിയാണ്. സ്ഥിരം കുറ്റവാളിയായ സുഗതനെ അയോഗ്യനാക്കണമെന്ന ആവശ്യവുമായി CPM പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഈ പറയുന്ന കോടതിക്കകത്ത് നിന്ന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ് സുഗതൻ. ആ സുഗതന്റെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ഇവിടുത്തെ കൗൺസിലിൽ കൂടണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ മേയർ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു മേയർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? യഥാർത്ഥത്തിൽ ഗുണ്ട സുഗതൻ എന്ന് പറയുന്ന ആൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായിട്ട് ഈ പറയുന്ന മേയർ മാറിയിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലിൽ എന്ന് പറയുന്ന രൂപത്തിൽ മേയർ എന്ന് പറയുന്നത് ഗുണ്ടകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നവനായി മാറിയിരിക്കുകയാണ്. അയാളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റായിരുന്നു BJPക്ക് കുറവുണ്ടായിരുന്നത്. അവർക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കുക എന്ന എക്കാലത്തെയും വലിയ സ്വപ്നം, 4 പതിറ്റാണ്ടായി തുടരുന്ന സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 1 സീറ്റിന്റെ കുറവുണ്ടായിരുന്നു. ആ കുറവ് നികത്തിയത് പാറ്റൂർ രാധാകൃഷ്ണനെ, സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം ചേർത്തുകൊണ്ടാണ്. അങ്ങനെ 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് VV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെയാണിപ്പോൾ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത്. വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ കഴിഞ്ഞ 2 കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം അവധി അപേക്ഷ നൽകുകയോ അതെങ്കിലും മറ്റെന്തെങ്കിലും സാങ്കേതികമായ കാരണം അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതിൽ ഇതുവരെ നമുക്ക് വ്യക്തമായൊരു മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനെ CPM വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. കാരണം കഴിഞ്ഞ കൌൺസിൽ യോഗം നടന്ന സമയത്ത് സുഗതൻ ഒളിവിലായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി വീണ്ടും ഒരു കൌൺസിൽ യോഗം കൂടി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം പ്രതിപക്ഷമായ LDF മുമ്പോട്ട് വെക്കും. CPM കൌൺസിലർമാർ ഈ ആവശ്യം മുമ്പോട്ട് വെക്കും. ആ ആവശ്യം നിഷേധിക്കാൻ മേയർക്ക് കഴിയില്ല. അങ്ങനെ മൂന്നാമത് വീണ്ടും ഒരു കൌൺസിൽ യോഗം ചേരുമ്പോൾ നിലവിൽ കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ 3 കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാകും സുഗതന്റെ ഭാഗത്തുണ്ടാകുക. അതിനെ ഒരു രാഷ്ട്രീയ നീക്കമായി കണ്ട് സുഗതനെ അയോഗ്യനാക്കണം എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം ഇടത് കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന വ്യക്തമായ ധാരണയിൽ തന്നെയാണ് അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുഗതന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ BJP കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയറുടെ സാന്നിധ്യത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമാകുകയും സുഗതനെ വേട്ടയാടാൻ, രാഷ്ട്രീയമായി വേട്ടയാടാൻ വിട്ടു നൽകില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെ രീതിയിൽ നടക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഒരു വിഷയത്തിൽ 2 തവണ ഡൽഹിയിലും തിരുവനന്തപുരത്തും
മാധ്യമപ്രവർത്തകരെ കണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സിറ്റുവേഷൻ മാറട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കുക. ഈ വിഷയത്തിൽ VK പ്രശാന്ത് പരാജയപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് സുഗതനാണ്. വാഴോട്ടുകോണം മേഖലയിൽ സുഗതനുള്ള വ്യക്തിബന്ധങ്ങൾ, അത് സ്വാധീനങ്ങൾ, അതൊക്കെ VK പ്രശാന്തിന് ഒരു വലിയ വെല്ലുവിളി തീർത്തെന്നാണ് BJPയുടെ വിലയിരുത്തൽ. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ സുഗതനെതിരെ വ്യക്തിപരമായ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന പ്രചാരണം രാഷ്ട്രീയമായി നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ അകപ്പെട്ടിരിക്കുന്ന ഈ കുരുക്കിൽ നിന്ന് സുഗതനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. പക്ഷേ അപ്പോഴും BJPക്കുള്ളിൽ തന്നെ അതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. പക്ഷേ അവരെ ആശങ്കയിലാക്കുന്നത് ഏതെങ്കിലും ഒരു ദുരവസ്ഥയിൽ സുഗതൻ അയോഗ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏത് തരത്തിൽ നഗരസഭാ ഭരണത്തിൽ കേവല ഭൂരിപക്ഷത്തിൽ ഒറ്റ സീറ്റിന്റെ മാത്രം മുൻതൂക്കത്തിൽ നഗരസഭയുടെ ഭരണം തുടരുന്ന BJPയെ എങ്ങനെ അത് ബാധിക്കുമെന്നതാണ് രാഷ്ട്രീയമായൊരു വെല്ലുവിളി നേതൃത്വത്തിന് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കരുതലോടെ മാത്രം ഈ വിഷയത്തെ അവർ നോക്കിക്കാണുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടിയിൽ മന്ത്രിസഭയിൽ ഭിന്നതയുണ്ട്. ആകാശത്തേക്ക് വെടിയുതിർത്ത പോലീസ് നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയപ്പോൾ സ്ഥലം MLA കൂടിയായ K മുരളീധരൻ പോലീസ് അനാവശ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പ്രതികരിച്ചത്. ജനങ്ങൾക്കിടയിൽ ഇത് ആശങ്കയ്ക്ക് വഴിവെക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇതോടെ വിഷയത്തിൽ മന്ത്രിസഭയിലെ ഭിന്നത പരസ്യമായി. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാഴോട്ടുകോണത്തുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വട്ടിയൂർക്കാവ് CI സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിന്റെ ഭാഗമായി സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആകാശത്തേക്ക് വെടിയുതിർത്തത്. ആ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയിരുന്നു. സംഘർഷങ്ങൾ ഒഴിവാക്കാനായി സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായി പോലീസ് നടത്തിയ നീക്കം അഭിനന്ദനാർഹമാണ്. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം. അതിന് പിന്നാലെയാണ് ഈ നടപടിയിൽ പരസ്യമായി വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് MLA കൂടിയായ മന്ത്രി K മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം അനാവശ്യമായ വെടിയുച്ചകൾ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കും, അത് ഇവിടം കൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഇത്തരം സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അത്രയും മാത്രമേ പറയുന്നുള്ളൂ എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ഇതോടെ മന്ത്രിസഭയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിമാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരസ്യ പ്രതികരണമായി തന്നെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി തലത്തിലും അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് സൂചന. അതോടൊപ്പം ഈ വിഷയത്തിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഒരു ചർച്ചയിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം ഇത് അനാവശ്യമായി ഒരു രാഷ്ട്രീയ ആയുധമായി മറ്റുള്ളവർക്ക് നൽകാനുള്ള മറ്റ് എതിർ രാഷ്ട്രീയ ചേരികൾക്കൊരു രാഷ്ട്രീയ ആയുധം വെച്ചുമാറുന്നതിന് തുല്യമാകും. അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കേണ്ടതില്ല. അതുകൊണ്ട് അനുനയ നീക്കത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. സുഗതനെ അറസ്റ്റ് ചെയ്തത് സുഗതനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കേസുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരം ആർക്കും ഉണ്ടാക്കരുത് എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം. മധ്യപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷി നടരാജന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളഞ്ഞതിൽ കടുത്ത നീക്കത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. നാളെ ഡൽഹിയിൽ മധ്യപ്രദേശിൽ നിന്നുള്ള MLA-മാരെ അടക്കം അണിനിരത്തി പ്രക്ഷോഭത്തിനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം വിലയിരുത്തിയത്. ഇതിനിടെ സ്ഥാനാർത്ഥിത്വം തള്ളിയതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മീനാക്ഷി നടരാജൻ സുപ്രീം കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് കോൺഗ്രസിന്റെ നീക്കം? സജിത്ത്, ജൂൺ 18 നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇപ്പോൾ മധ്യപ്രദേശ് മാറിയിരിക്കുകയാണ്. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാടാൻ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം സുപ്രീം കോടതിയിലേക്കും എത്തിയിട്ടുണ്ട്. തന്റെ അപേക്ഷ, അതായത് താൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള, വരണാധികാരിക്ക് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പിഴവുകൾ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട്
ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്റെ അപേക്ഷ തള്ളിയതിനെതിരെ മീനാക്ഷി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് നിർണായകമാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ഈ വിഷയത്തിൽ ഉള്ള വ്യക്തത വരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും BJP സ്ഥാനാർത്ഥി മഹേഷ് കേവത്ത്, ഒപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാഹുൽ കോത്താരി എന്നിവർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ പരാതികളെ, അതായത് എതിർപ്പുകളെ തുടർന്നായിരുന്നു കഴിഞ്ഞ ജൂൺ 9 റിട്ടേണിംഗ് ഓഫീസറും മധ്യപ്രദേശിലെ അസംബ്ലി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ അരവിന്ദ് ശർമ്മ മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയിട്ടുള്ളത്. തെലങ്കാനയിൽ മീനാക്ഷിക്കെതിരെ ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നും ഇത് ക്രിമിനൽ കേസാണ് എന്നും ഈ വസ്തുതകൾ സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചു എന്നതുമായിരുന്നു BJP നേതാക്കളുടെ പരാതി. എന്നാൽ തൻ്റെ പേരിൽ ഉള്ളത് ഒരു ക്രിമിനൽ കേസല്ല, മറിച്ച് ഒരു നിയമ നടപടി മാത്രമാണ് എന്നും ഇതിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കോടതി നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നതുമാണ് മീനാക്ഷി നടരാജന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കേണ്ടതില്ല, താൻ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് സത്യവാങ്മൂലം നൽകിയത് എന്നാണ് പറയുന്നത്. എന്നാൽ BJP നേതാക്കൾ ഇത് സമ്മതിക്കുന്നില്ല. പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റിലേക്ക്, രാജ്യസഭയിലേക്ക് എത്തുന്ന ഒരാൾ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കേസ് മറച്ചുവെച്ചാൽ അത് ബോധപൂർവമായി ക്രിമിനൽ കേസ് മറച്ചുവെച്ചതായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് BJPയുടെ നിലപാട്. എന്തായാലും മധ്യപ്രദേശിൽ നിന്നുള്ള നിയമസഭാ സാമാജികരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അവിടെ 3 സീറ്റുകളുടെ ഒഴിവാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഉള്ളത്. അതിൽ 2 അംഗങ്ങളെ BJPക്ക് അനായാസം വിജയിപ്പിക്കാൻ സാധിക്കും. കാരണം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകളായി 58 വോട്ടുകൾ ആണ് ഒരു അംഗത്തിന് രാജ്യസഭയിലേക്ക് എത്താൻ വേണ്ടി വേണ്ടത്. അവിടെ BJPക്ക് അങ്ങനെ 58 എന്ന നിലയിൽ 2 പേരെ എത്തിക്കാൻ സാധിക്കും. എന്നാൽ മൂന്നാമതൊരാളെ രാജ്യസഭയിലേക്ക് എത്തിക്കുവാനുള്ള വോട്ട് BJPക്കില്ല. അത് 48 എന്ന നിലയിൽ നിൽക്കുകയാണ്. 10 വോട്ടുകളുടെ കുറവാണുള്ളത്. അവിടെ കോൺഗ്രസിൽ നിന്ന് ക്രോസ് വോട്ടുകൾ പ്രതീക്ഷിച്ചാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് പരാജയപ്പെടും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ മീനാക്ഷിയുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് തള്ളിക്കളയുന്നത് എന്നതാണ് രാഷ്ട്രീയമായ ആരോപണം. എന്തായാലും മീനാക്ഷിയുടെ പത്രിക അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും 60-ൽ അധികം അംഗങ്ങൾ ഉള്ള കോൺഗ്രസിന് രാജ്യസഭയിലേക്ക് മീനാക്ഷിയെ എത്തിക്കാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം കോൺഗ്രസ് വലിയ നീക്കത്തിന്. മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരുമ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. ഒരു രാജ്യസഭാംഗം കൂടി രാജിവെച്ചു. പ്രകാശ് സിംഗ് ബറേക്കാണ് രാജ്യസഭാംഗത്വവും പാർട്ടി അംഗത്വവും രാജിവെച്ചത്. ഇതോടെ തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്ന 3ാമത്തെ തൃണമൂൽ അംഗമാണ് ഇദ്ദേഹം. സുഖേന്ദു ശേഖർ റോയും സുസ്മിത ദേവുമാണ് നേരത്തെ രാജിവെച്ചത്. ഇതോടെ രാജ്യസഭയിലെ തൃണമൂൽ അംഗങ്ങളുടെ എണ്ണം 10 കുറഞ്ഞു. ബംഗാളിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നും അതിനാൽ രാജിവെക്കുന്നുവെന്നുമാണ് പ്രകാശ് ബറേക്ക് പ്രതികരിച്ചത്. लोग वेस्ट बंगाल के लोग जिस तरह राय दिए हैं उस राय को एक्सेप्ट करते हुए आज मैं भी अपना पद से इस्तीफा दिया. तो आप बीजेपी में जाना चाहेंगे? समय का इंतजार कीजिए. KP അഭിലാഷ് തന്നെ ചേരുന്നുണ്ട്. അഭിലാഷ്, മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇനിയും പ്രതീക്ഷിക്കണോ രാജ്യസഭാംഗങ്ങളുടെ രാജി? തീർച്ചയായും 1.5 പതിറ്റാണ്ട് കാലമായി പശ്ചിമ ബംഗാളിലെ അനിഷേധ്യ നേതാവായിരുന്ന രാഷ്ട്രീയ എതിരാളികളെ നിലംപരിശാക്കിയ മമതാ ബാനർജിക്ക് കാലിടറുകയാണ് എന്ന് മാത്രമല്ല തൃണമൂൽ തകർച്ചയുടെ വക്കിലേക്ക് കൂടി എത്തി നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇനിയും അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് രാജിവെക്കുന്ന MPമാരുടെ എണ്ണം 3ആയി ഉയർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രകാശ് സിംഗ് ആണ് രാജി സമർപ്പിച്ചിട്ടുള്ളത്. അതായത് രാജ്യസഭ അധ്യക്ഷൻ ചെയർമാനായിട്ടുള്ള CP രാധാകൃഷ്ണന് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു. നേരത്തെ സുഷ്മിത ദേവ്, അതോടൊപ്പം തന്നെ സുഖേന്ദു ശേഖർ എന്നിവർ ആണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം രാജിവെച്ചത്. അതുമാത്രവുമല്ല, ഇവർ BJPയിലേക്ക് ചേക്കേറുന്നു എന്നതാണ് മമതയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നത്. പ്രത്യേകിച്ച് ഹിമന്ത ബിശ്വ ശർമ്മയുമായി സുഷ്മിത ദേവും അതോടൊപ്പം തന്നെ ഭൂപേന്ദ്ര യാദവുമായി സുഖേന്ദു ശേഖറും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രകാശ് സിംഗും രാജി സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 13 അംഗങ്ങൾ ആയിരുന്നു രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെതായി ഉണ്ടായിരുന്നത്. ആ അംഗബലം ഇപ്പോൾ
10 ചുരുങ്ങിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 10 അംഗങ്ങളുടെ നിലപാടുകൾ കൂടി നിർണായകമാകും. അതോടൊപ്പം തന്നെ ലോക്സഭയിലും കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭയിൽ 20 അംഗങ്ങളും ഇപ്പോൾ വിമത പക്ഷത്താണ് എന്നത് മാത്രവുമല്ല, തങ്ങൾ NDAയെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അവർ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കകോലി ഘോഷ് ദസ്തർ ആണ് തങ്ങളുടെ നേതാവ് എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോക്സഭയിലും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മമത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറെ പ്രയാസകരം എന്നത് പശ്ചിമബംഗാളിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ എല്ലാവരും തന്നെ വിമത പക്ഷത്ത് അണിനിരന്നിരിക്കുന്നു. ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഉള്ള വിമത മുന്നണിയാണ് 58 അംഗങ്ങളും പിന്തുണയ്ക്കുന്നത്. ഒരുപക്ഷെ നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അതായത് ആരാണ് യഥാർത്ഥ തൃണമൂലുകാർ എന്ന ചോദ്യത്തിനാണ് ഇനി നിയമപരമായി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ഒരുപക്ഷെ ഈ വിമത വിഭാഗം അവകാശവുമായി എത്തിയേക്കാം. തങ്ങളുടേതാണ് തൃണമൂൽ കോൺഗ്രസ് എന്നും പാർട്ടി ചിഹ്നം ഉൾപ്പെടെ തങ്ങൾക്ക് നൽകണം എന്ന ആവശ്യവും ഒരുപക്ഷെ ഈ വിമത വിഭാഗങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നുവെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും വലിയ പ്രതിസന്ധിയായിരിക്കും നേരിടാൻ പോകുന്നത്. പാർട്ടി പോലും തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് മമത കടന്നുപോകുന്നത്. സജിത്, അസാധാരണ സാഹചര്യമാണ് ബംഗാളിൽ മമത നേരിടുന്നത്. ബംഗാളിലെ ഈ കനത്ത തോൽവിക്ക് പിന്നാലെ ദേശീയ തലത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുമോ, കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ, കോൺഗ്രസിൽ ലയിക്കുമോ എന്ന ചോദ്യമാണ്. ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി നടത്തിയിരുന്ന കൂടിക്കാഴ്ചയിൽ ഇത്തരമൊരു നീക്കമുണ്ടായെന്ന അഭ്യൂഹമുണ്ടായതോടെ ഇതിൽ കടുത്ത പ്രതിഷേധമുയർത്തുകയാണ് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ. ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്നാണ് സൂചനകൾ. കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നൊടുക്കിയവരാണ് തൃണമൂലുകാർ, അവരുമായി ചേർന്ന് പോകാനാവില്ല എന്നതാണ് ബംഗാളിൽ നിന്നുള്ള നേതാക്കളുടെ നിലപാട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, വർഷങ്ങളോളം പോരടിച്ചവരാണ് തൃണമൂൽ കോൺഗ്രസും ഒപ്പം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും. അപ്പോൾ ഇനി ഈ പുതിയ പശ്ചാത്തലത്തിൽ ചേർന്ന് പോവുക എന്ന ദേശീയ തലത്തിൽ തീരുമാനമെടുത്താൽ പോലും പ്രാദേശികമായി ബംഗാളിലെ കോൺഗ്രസ്സുകാർ അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ നീക്കം സാധ്യമാകുമോ? സജിത്ത്, പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് 3.5 പതിറ്റാണ്ടോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു അപ്രമാദിത്വമായിരുന്നു പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടത് എങ്കിൽ പിന്നീട് ദീദിയുടെ പടയോട്ടം ആയിരുന്നു പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നത്. 1.5 പതിറ്റാണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കിയാണ് ദീദി മുന്നോട്ട് പോയത്. ദീദിയുടെ ഭരണകാലത്തിൽ തീർച്ചയായും CPM-ന്റെ പാർട്ടി ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് പലപ്പോഴും ആര് മേൽക്കൈ നേടിയ ഉണ്ടാകാറുള്ളത് എന്നതാണ്. വ്യാപകമായി വോട്ടുപിടുത്തം, ബൂത്ത് പിടുത്തം, ഇവയെല്ലാം നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് കാണാറുള്ളതാണ്. ഇതാണ് മമതാ ബാനർജിയെ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. അതായത് പാർട്ടിയിൽ വിജയിച്ചു കയറിയവർ വിമതപക്ഷത്തേക്ക് പോവുകയും മറ്റുള്ളവർ കൊഴിഞ്ഞു പോവുകയും ചെയ്തു എന്നതിനോടൊപ്പം തന്നെ BJP ഇപ്പോൾ അധികാരത്തിൽ ഏറി നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നമുക്കറിയാം, BJP കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം മമതാ ബാനർജിയുമായി തുറന്ന പോരിലേക്ക് എത്തിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ശാരദ ചിട്ടി തട്ടിപ്പ് പോലെയുള്ള ഇടപാടുകൾ, ഇപ്പോൾ തന്നെ അഭിഷേക് ബാനർജിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഒരു ഭാഗത്ത് വരിഞ്ഞു മുറുക്കുന്നു. മറുഭാഗത്ത് തൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ദീദി കടന്നു പോകുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ തൻ്റെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടമാകുന്ന പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാകുന്നു. അവിടെ ദീദിക്ക് ഒരു രാഷ്ട്രീയ അഭയം നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലായിരുന്നു സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വഴി തെളിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ AICC-യുടെ ഉപാധ്യക്ഷ സ്ഥാനം മമതാ ബാനർജിക്ക് നൽകാമെന്ന് സോണിയാഗാന്ധി ഉറപ്പു നൽകിയെന്നും അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അങ്ങനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഓഫർ ചെയ്തു എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇത് പാർട്ടി കേന്ദ്രങ്ങൾ ഔദ്യോഗികമായി തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരം വാർത്തകളിൽ തന്നെ കടുത്ത അതൃപ്തിയാണുള്ളത്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിലിരുന്നപ്പോൾ അവിടെ ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി ആയിരുന്നില്ല അവർ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ നേരിട്ടുകൊണ്ടിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴായി പല കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അടുത്ത് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജിയെ ചീമുട്ട കൊണ്ട് എറിയുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടിരുന്നു. അതിലേറെ വലിയ തരത്തിൽ ഉള്ള അറ്റാക്ക് ആണ്, ആക്രമണമായിരുന്നു മമതാ ബാനർജി അധികാരത്തിലിരുന്നപ്പോൾ പലപ്പോഴായി തൃണമൂൽ കോൺഗ്രസ്
കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPIഎമ്മിൻ്റെയും ഒരു പരിധിവരെയെങ്കിലും BJP പ്രവർത്തകർക്ക് നേരെയും ഒക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ നയപരമായ അല്ലെങ്കിൽ നിലപാടുകളുടെ രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൂടി എപ്പോഴും നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടിട്ടുണ്ട്. അത് മമതാ ബാനർജി കൃത്യമായി പ്രയോഗിച്ചിട്ടുമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തെ, അതായത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വലിയ എതിർപ്പിന് വഴിയൊരുക്കുന്നത്. ഒരു കാരണവശാലും മമതാ ബാനർജിയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നത് തന്നെയാണ് നിലപാട്. എന്തായാലും അധിർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള നേതാക്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ, തീരുമാനങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറും എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ മമതാ ബാനർജി വരാൻ തയ്യാറായാൽ പോലും കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതിൽ കോൺഗ്രസ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത്. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ അഭയം നൽകുമോ എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മമതാ ബാനർജിക്കാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒന്നല്ല. അതുമാത്രവുമല്ല, അഭിഷേക് ബാനർജിക്ക് പൊതുവിൽ പശ്ചിമ ബംഗാളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നതാണ് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ദേശീയ തലത്തിൽ ആകാംക്ഷയുയർത്തുന്ന കാര്യമാണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ലയിക്കുമോ എന്ന ചോദ്യമാണ് നിർണായകമാണ്. അടുത്ത നീക്കങ്ങൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് രാജ്യം. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ നടന്ന US മിസൈൽ ആക്രമണത്തിലാണ് മരണങ്ങൾ ഉണ്ടായത്. 24 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇറാനുമേൽ ട്രംപിന്റെ ഭീഷണി ഉയർന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടച്ചിട്ടാണ് ഇറാന്റെ പ്രതികരണം. ഇതുവഴി ഒരു കപ്പലും കടത്തിവിടില്ലെന്നും സഞ്ചരിച്ചാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യക്കാരെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. 24 പേരിൽ 21 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. 3 മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം പോലും മോശമാകുന്ന സാഹചര്യം ഉണ്ടാക്കാനിടയുള്ള സംഭവമാണ്. എന്താണ് ഇതിൻ്റെ തുടർ നീക്കങ്ങൾ? പശ്ചിമേഷ്യയുടെ പൊതുസ്ഥിതി എന്താണ്? ഇപ്പോൾ ഇന്ത്യക്കാരായ 3 പേർക്ക് ജീവൻ നഷ്ടമായതായ വിവരമാണ് പുറത്തു വരുന്നത്. 24 പേരാണ് കപ്പലിൽ ജീവനക്കാരായി ഉണ്ടായിരുന്നത്. സെറ്റബെല്ലോ എന്ന കപ്പൽ, ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. 3 പേരെ കാണാതായി എന്നുള്ള വിവരങ്ങൾ ആദ്യം വന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഥിരീകരണമാണ് ഈ 3 പേരും മരിച്ചു എന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യക്കാരാണ് എന്ന നിലയ്ക്കുള്ള ഒരു ആക്രമണമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു നിലയുണ്ട്. ഇറാനും അമേരിക്കയും പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. അവരുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ആദ്യം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വെടിവെച്ചിടുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ്റെ നഗരങ്ങളിലേക്കുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ബന്ദർ അബ്ബാസ് ഉൾപ്പെടെ തുറമുഖങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാൻ്റെ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കുവൈറ്റിൽ ഇപ്പോൾ വ്യോമഗതാഗതം അവസാനിപ്പിച്ചിട്ടുണ്ട്. കുവൈറ്റിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ്റെ ആക്രമണമുണ്ടായി. ഒരുപക്ഷെ അത് വരും മണിക്കൂറുകളിൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളെയും സമവായത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ സമാധാന കരാർ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ ഒരു 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുകയും ഈ തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഹോർമൂസ് പൂർണ്ണമായി അടച്ചുകൊണ്ടാണ് ഇറാൻ്റെ പ്രതികാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കപ്പലും കടത്തിവിടില്ല എന്ന പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇത് സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർത്തുന്നതിന് കാരണമാകും. നേരത്തെ $83 വരെ ബാരലിന് ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ 95 മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അടുത്തിടെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ 3 തവണയായി പാചകവാതക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചത്. അത് ഗാർഹിക സിലിണ്ടറുകൾക്കും വ്യാവസായിക സിലിണ്ടറുകൾക്കും ഒക്കെ തന്നെ വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNGയുടെയും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണെന്ന വിശദീകരണമാണ് നേരത്തെ പുറത്തു വന്നതും. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം അതീവ സങ്കീർണമാണ്. ഒരുപക്ഷെ ചർച്ചകളിലൂടെ സമാധാനത്തിൻ്റെ വഴിയിൽ ഒരിക്കൽ കൂടി എത്തും എന്നുള്ള പ്രത്യാശ കൂടി വെച്ച് പുലർത്തുന്നുണ്ട്. സൈത്ത്, പശ്ചിമേഷ്യൻ സാഹചര്യം അങ്ങനെയാണ്. ലക്ഷ്മി പ്രിയയ്ക്കെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതോടെ കോടതിയിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അൻസിബ ഹസൻ. ടിനി ടോമിനെതിരായ പരാതി പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടി എടുക്കാനാകൂ എന്നതാണ് പോലീസ് നിലപാട്.
ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇത്രയും വലുതാക്കിയത് അൻസിബയെന്നാണ് ലക്ഷ്മിപ്രിയയുടെ നിലപാട്. അൻസിബയ്ക്കെതിരെ ഇന്ന് മാനനഷ്ട കേസ് നൽകും. എന്നാൽ സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ച് അമ്മയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് ഒരു വിഭാഗം താരങ്ങളുടെ അഭിപ്രായം. അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന തൃക്കാക്കര ACPയുടെ റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തി തന്നെ മാനസികമായി SI രേഷ്മ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതിയിൽ പറയുന്നത്. പക്ഷേ ലക്ഷ്മിപ്രിയയുടെയും രേഷ്മയുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനൊടുവിലാണ് SI ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയത്. പക്ഷേ അതിൽ വലിയ അതൃപ്തിയാണ് അൻസിബ ഉന്നയിക്കുന്നത്. തനിക്കുണ്ടായ മൗലിക അവകാശങ്ങളുടെ ലംഘനമായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചതെന്നായിരുന്നു അൻസിബ പറയുന്നത്. എന്തായാലും അൻസിബയുടെ ഈ ഒരു നടപടി ഇനി കോടതിയിലേക്ക് പോകുമ്പോൾ എന്ത് തീരുമാനമായിരിക്കും കോടതിയിൽ നിന്നും ഉണ്ടാകുക എന്നത് ഉറ്റുനോക്കുകയാണ്. അതേസമയം തന്നെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഇന്ന് തന്നെ ഫയൽ ചെയ്യും. അൻസിബ തന്റെ കുടുംബത്തെയും തന്റെ മകളെയും ഉൾപ്പെടെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് തനിക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. പൊതു ഇടത്തിൽ പോലും തന്നെ മോശമായി ചിത്രീകരിക്കുവാൻ അൻസിബ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് തന്നെ കോടതിയെ സമീപിക്കുവാനായി 10 ലക്ഷം രൂപ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പൊതുസമൂഹത്തിൽ, അതായത് അമ്മ എന്ന സംഘടനയെ പൊതുസമൂഹത്തിൽ വളരെ മോശമാക്കുന്ന നിലയിലേക്ക് അൻസിബയുടെ നിലപാടുകൾ അല്ലെങ്കിൽ അൻസിബയുടെ ചില പിടിവാശികൾ നീണ്ടു എന്നുകൂടിയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞു വെക്കുന്നത്. ഒരു സമൂഹത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഭയങ്കര കുഴപ്പത്തിലാക്കി ഞങ്ങളുടെ അസോസിയേഷനെ, എനിക്കതും ഭയങ്കര വിഷമമാണ്. ഇപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഷോക്കോസ് നോട്ടീസ് വന്നിരിക്കുകയാണ് അമ്മയിൽ നിന്ന്, കാരണം കാണിക്കാൻ. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ മീഡിയയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അൻസിബ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും അറിയുന്നത്. ഞാനായിട്ട് ഒരു മനുഷ്യരുടെ അടുത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒരു നിയമ പോരാട്ടത്തിനായിട്ടും മാനനഷ്ടം ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലേക്കാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ, അതായത് അമ്മ സംഘടനയിൽ അടുത്ത കാലത്തായി ഉടലെടുത്ത വിവാദങ്ങളെല്ലാം തന്നെ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് അൻസിബ നൽകിയ പരാതി, ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതി, ടിനി ടോമിനെതിരെ നൽകിയ പരാതി, മറ്റുള്ളവരുടെ പല അഭിപ്രായങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. ആ ജനറൽ ബോഡിയിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് തന്റെ പക്കലുള്ള രേഖകളെല്ലാം തന്നെ ജനറൽ ബോഡിക്ക് മുൻപായി വയ്ക്കും എന്നുകൂടി ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഇനി അൻസിബ ഇതിനെ ഏത് വിധത്തിലാണ് എതിർക്കാൻ പോകുന്നത് എന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും ജനറൽ ബോഡിയിൽ ഒരു വിഭാഗം ആളുകൾക്ക് പോലും വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് അമ്മ എന്ന സംഘടനയുടെ നല്ലതായിട്ടുള്ള ഉദ്ദേശത്തെ മറച്ചുവെച്ച് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് സംഘടനയെ തന്നെ പൊതു ഇടത്തിൽ വളരെ മോശമാകുന്ന രീതിയിലേക്ക് പലരും കൊണ്ടുപോകുന്നു എന്ന അഭിപ്രായമുണ്ട് സംഘടനയ്ക്ക്. ഇത് പരിഹരിക്കണം. ഇനി പൊതുമാധ്യമങ്ങളിലടക്കം സംഘടനയെ മോശമാകുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ ചിത്രീകരിക്കുവാനോ നിൽക്കരുത് സംഘടനയിലെ അംഗങ്ങൾ എന്നതാണ് മുതിർന്ന താരങ്ങളടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നത്. എറണാകുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാൻ ഇന്നും മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കും. കളക്ട്രേറ്റിൽ രാത്രി 8 മണിക്കാണ് മന്ത്രി റോജി എം ജോൺ യോഗം വിളിച്ചത്. സമരസമിതി പ്രവർത്തകരും താമസക്കാരും സ്ഥലമുടമകളും യോഗത്തിൽ പങ്കെടുക്കും. തർക്കഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 5 സെന്റ് സ്ഥലം 7 താമസക്കാർക്കായി പതിച്ചു നൽകാനാണ് ഉടമകളോട് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിൽ സ്ഥലമുടമകളായ കണ്ണാട്ട് കുടുംബം ഇന്ന് തീരുമാനം പറഞ്ഞേക്കും. സർക്കാരിന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 2016-21 കാലഘട്ടത്തിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതിരുന്നത് പിന്നീട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. മാർക്കറ്റ് കൂടുതൽ വൈവിധ്യവൽക്കരിക്കും. ഓണച്ചന്തകൾ വിപുലമായ രീതിയിൽ നടപ്പാക്കും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 3 നഗരങ്ങളിലും ട്രേഡ് ഫെയറുകൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കിടപ്പ് രോഗികൾ അടക്കമുള്ളവർക്ക് വാതിൽപ്പടി വിതരണം ആലോചിക്കുന്നുവെന്നും മന്ത്രി നിലപാട് പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കേരള തീരത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.
കോഴിക്കോട് ആയഞ്ചേരിയിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ നിന്നും പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടെത്തി. സിവിൽ പോലീസ് ഓഫീസറായ പാറക്കണ്ടി സമീറിന്റെ ബുള്ളറ്റിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഡ്യൂട്ടിക്ക് പോകാനായി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ഹെഡ്ലൈറ്റിന്റെ വശങ്ങളിൽ നിന്നും പാമ്പിന്റെ തല പുറത്തേക്ക് വരികയായിരുന്നു. തുടർന്ന് വനംവകുപ്പിന്റെ സർപ്പ വോളണ്ടിയർ GK പ്രശാന്ത് എത്തി പാമ്പിനെ പുറത്തെടുത്തു. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്നും 18 മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളെ പിടികൂടി. MG നഗറിലെ കാർത്തിക് എന്നയാളുടെ വീട്ടിലാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. മലമ്പാമ്പ് ഇനത്തിൽപ്പെട്ട 10 പാമ്പുകളെ ഇന്നലെ രാത്രിയും 8 പാമ്പുകളെ ഇന്ന് രാവിലെയുമാണ് പിടികൂടിയത്. കാർത്തിക്കിന്റെ സ്കൂട്ടറിനുള്ളിൽ നിന്നുമാണ് വനംവകുപ്പ് സർപ്പ വോളണ്ടിയർ പാമ്പിനെ കണ്ടെടുത്തത്. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യം മെക്സിക്കോയിലും പിന്നീട് കാനഡയിലും ഒടുവിൽ USA വേദിയിലും ഉദ്ഘാടന പരിപാടികൾ നടക്കും. രാത്രി 10:30 മെക്സിക്കോയിലെ പരിപാടി. 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുമ്പോൾ ലോകം ഇനി ഉറങ്ങാത്ത ദിനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇത്രമാത്രം ദൈർഘ്യമേറിയ ദിനങ്ങൾ ഉറങ്ങാതിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഇത് ഏറ്റവും വിപുലമായിട്ടുള്ള ലോകകപ്പാണ്. ഇതുവരെ ലോകകപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത മട്ടിൽ 48 ടീമുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെന്റ്, 12 ഗ്രൂപ്പുകൾ, അത് 16 വേദികളിലായി, 3 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ, ഏതാണ്ട് 1248 താരങ്ങൾ. അങ്ങനെ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന, ജൂലൈ 19 ഫൈനൽ പോരാട്ടം. ആ ഫൈനൽ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആവേശത്തിന് ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ്. ആ കിക്ക് ഓഫ് അത് മെക്സിക്കോയിലാണ്. മെക്സിക്കോ 3ാം തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാകുന്നു. USA 2ാം തവണയാണ്. 94 USA ഏറ്റവും ഒടുവിലായി ലോകകപ്പിന് ആതിഥേയരായത്. കാനഡ ആദ്യമായിട്ടും ഒരു സഹ ആതിഥേയരായി ഈ ലോകകപ്പിന്റെ പട്ടികയിലേക്ക് കളം പിടിച്ചെത്തുകയാണ്. അങ്ങനെ മെക്സിക്കോയിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം രാത്രി 12:30 ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടുന്നതോടുകൂടിയാണ് ലോകകപ്പിന് കിക്ക് ഓഫ്. അതിനു മുമ്പ് മെക്സിക്കോയിൽ ഒരു വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സംഗീത പരിപാടികൾ ഉൾപ്പെടെ, നൃത്ത പരിപാടികൾ ഉൾപ്പെടെ എല്ലാം ആസ്വദിക്കാൻ കഴിയും. ഇനി മെക്സിക്കോയിൽ മാത്രമല്ല, ഉദ്ഘാടന ചടങ്ങ് അത് 3 ആതിഥേയ രാജ്യങ്ങളിലുമുണ്ട്. ആദ്യം മെക്സിക്കോയിൽ, രണ്ടാമത് കാനഡയിൽ, 3ാമത് അമേരിക്കയിൽ എന്നിങ്ങനെയാണ് ഉദ്ഘാടന പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റിന്റെ തുടക്കമാക്കാനാണ് ഇപ്പോൾ ഫിഫയുടെ ശ്രമം. അത് 3 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ യാത്ര ചെയ്യുന്ന ഫുട്ബോൾ ആരാധകർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും, കാരണം 3 രാജ്യങ്ങൾ കടന്നു വേണം അവരുടെ പ്രിയപ്പെട്ട ടീമുകളുടെ മത്സരം കാണാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങളും എന്താണ് ഫിഫ കരുതി വെച്ചിരിക്കുന്നു. ട്രയോണ്ടയുടെ പ്രയാണമാണ് ഇനി. അതായത് ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേരാണ് ഈ ട്രയോണ്ട. ഈ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന്റെ ഏറ്റവും ഒടുവിൽ ജൂലൈ 19 ആരാണ് കിരീടധാരണ നേടുക എന്നുള്ളത് മാത്രമാണ് കാത്തിരിപ്പ്. കഴിഞ്ഞ തവണ ലയണൽ മെസ്സി എന്ന ലോക ഫുട്ബോളിന്റെ ഇതിഹാസം ഫ്രാൻസിന്റെ അല്ലെങ്കിൽ എംബാപ്പയുടെ ഫ്രാൻസിനെ മറികടന്ന് അന്ന് വിശ്വകിരീടം നേടിയപ്പോൾ അതൊരു നിയോഗമെന്നോണം ലോകം അത് ആഘോഷിച്ചു, ഉൾക്കൊണ്ടു. ഇനി മറ്റൊരു കാത്തിരിപ്പ്, അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകം കണ്ട മറ്റൊരു ഇതിഹാസ താരത്തിന് ഈ ലോക കിരീടം സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. പോർച്ചുഗലിനെ പോലുള്ള ടീമിനെ അങ്ങനെ ഒരു ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇത്തവണ ഇക്കുറി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഒരുപിടി യുവതാരങ്ങളുടെ വരവിനും ഇക്കുറി സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പേരുകളിൽ അത് വിനീഷ്യസ് ജൂനിയറും ലയണൽ മെസ്സിയും അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും എർലിംഗ് ഹാലൻഡും ഒക്കെയാണ് പറയുകയെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ഒരുപാട് യുവ താരങ്ങൾ, യാമിൻ ലമാലിനെ പോലുള്ളവരുടെ ലോകകപ്പായി ഇത് മാറാനുള്ള സാധ്യതയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെങ്കിലും അമേരിക്കയിലെ 11 വേദിയിൽ
മെക്സിക്കോയിൽ 3, കാനഡയിൽ 2, അങ്ങനെ 16 വേദികളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. മെക്സിക്കോയിലെ ബെനോർട്ട സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരമെങ്കിൽ ഫൈനൽ നടക്കുന്നത് USA-യിലാണ്. USA-യിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത്. അങ്ങനെ ജൂലൈ 19 വരെ നീളുന്ന ആ പോരാട്ടത്തിന്, ആ മാമാങ്കത്തിന്, കാർണിവലിന് ഇന്ന് തുടക്കമാവുകയാണ്. 52 വർഷത്തിന് ശേഷം ഹെയ്ത്തിയും കോങ്കോയും ലോകവേദിയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി മാത്രമല്ല 40 വർഷത്തിന് ശേഷമാണ് ഇറാഖ് ലോകകപ്പിൽ കളിക്കുന്നത്. അങ്ങനെ മടങ്ങിവരവ് നടത്തുന്ന ഒരു പിടി ടീമുകളും ഇതിന്റെ ഭാഗമാണ്. ഓസ്ട്രിയ, സ്കോട്ട്ലൻഡ്, നോർവേ ഇവർ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലോകകപ്പ് കളിക്കുന്നത്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഫുട്ബോൾ നിമിഷങ്ങൾക്ക്, ഫുട്ബോൾ ഡ്രാവുകൾക്കാണ് ഇന്ന് കിക്ക് ഓഫ് ആവാൻ പോകുന്നത്. മണിപ്പാൽ ഗ്രൂപ്പിന്റെ ഭാഗമായ പ്രമുഖ പരസ്യ ഏജൻസി ആർട്സ് സിൻഡിക്കേറ്റ് പ്രോഫിറ്റ് ടസ്കർ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ടെക് ആൻഡ് AI ഇന്റഗ്രേഷൻ ഇൻ മാർക്കോം പുരസ്കാരം നേടി. ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ സമ്മാനിച്ച അവാർഡ് ആഡ് സിൻഡിക്കേറ്റിന്റെ ചീഫ് ഡിജിറ്റൽ ഓഫീസർ അക്ഷയ് റാവുവും സീനിയർ വൈസ് പ്രസിഡന്റ് ജേക്കബ് സാമുവൽ മാളിയേക്കലും ചേർന്ന് ഏറ്റുവാങ്ങി. They have a strong pan-India presence and an expanding international presence. The agency partners with leading brands and organizations from across the world. Act Syndicate for their impactful, future-ready communication. പാലക്കാട് കണ്ണാടിയിൽ കൊല്ലങ്കോട്ട് പറമ്പിൽ കുടിവെള്ള ടാങ്കിൽ പൂച്ചയുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു. അക്വാടെക് വാട്ടർ ടാങ്ക് അധികൃതരാണ് പുതിയ വാട്ടർ ടാങ്ക് പൊതുജനങ്ങൾക്കായി സ്ഥാപിച്ചു നൽകിയത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന 500 ലിറ്റർ ടാങ്കിന് പകരം 2000 ലിറ്റർ ഉപയോഗിക്കാവുന്ന പ്രീമിയം ഫുഡ് ഗ്രേഡ് വാട്ടർ ടാങ്കാണ് നൽകിയത്. പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാരിസ് പൈപ്സ് ആൻഡ് ട്യൂബ്സ് ആണ് അക്വാടെക് വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കുന്നത്. അക്വാടെക് ടാങ്കുകൾ ഉപയോഗിക്കുന്നവരെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കമ്പനി കാണുന്നതെന്ന് അക്വാടെക് പ്ലാന്റ് മാനേജർ ഹരികൃഷ്ണൻ പറഞ്ഞു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൊല്ലങ്കോട്ട് പറമ്പ് പ്രദേശത്ത് ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കിൽ നായ അതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വരികയുണ്ടായി. വാർത്താ ചാനലുകളിലൂടെ അറിഞ്ഞ് അക്വാടെക് കമ്പനി തന്നെ നിലവിൽ ഉപയോഗിച്ചിരുന്ന അക്വാടെക് വാട്ടർ ടാങ്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു കുടുംബമായി, അവരുടെ അക്വാടെക്കിൻ്റെ ഒരു കുടുംബമാണ് എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് തന്നെ 1000 ലിറ്ററിന് പകരം 2000 ലിറ്റർ ആയിട്ട് അനുഭവിച്ച ഒരു ടാങ്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ നിവാസികൾക്ക് വളരെ ഒരു ആശ്വാസം ഉണ്ടായി. ഇനി നമുക്ക് കുടിവെള്ളം സൂക്ഷ്മമായി കിട്ടട്ടെ എന്നുള്ളത് വിചാരിച്ച് എല്ലാവർക്കും നന്ദി. ഒരു മാനുഷികമായ ഒരു പരിഗണന, അതായത് ഒരു കുടിവെള്ളത്തിൽ ഒരു ജീവി മരിച്ച് ചത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് ആ വെള്ളം പിന്നീട് ഉപയോഗിക്കാൻ, ആ ടാങ്ക് പിന്നീട് ഉപയോഗിക്കാൻ ആളുകൾക്ക് സ്വാഭാവികമായ ഒരു മടിയുണ്ടാവും. അപ്പോൾ ആകസ്മികമായി കണ്ടപ്പോൾ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് ഓൾറെഡി അക്വാടെക്കിൻ്റെ ടാങ്കായിരുന്നു. അപ്പോൾ കമ്പനിയിൽ ഈ വിവരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മാനേജ്മെൻറ്റായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു പുതിയ ടാങ്ക് അവർക്ക് കൊടുക്കാം, ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളത്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ്.